ഹായ്. സംഗീത് തീപ്പൊരിയായിട്ടുള്ള അനിൽ നമ്പ്യാരെ ജനം ടി വി ചവിട്ടി പുറത്താക്കി. നിങ്ങൾ അറിഞ്ഞോ? വളരെ രഹസ്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ്. കാര്യം, ഒരു പ്രധാനപ്പെട്ട സംഘി അല്ലെങ്കിൽ സംഘികളുടെ ശബ്ദം എന്നിവർ പ്രചരിപ്പിക്കുന്ന വ്യക്തി ജനം ടി വിക്ക് അകത്തിരുന്നു കൊണ്ട് സൈഡ് ബിസിനസ് ആയിട്ട് സുഡാപ്പികളെ കൂടി അനുകൂലിച്ചു. അതായത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം, പാലക്കാട് ആലപ്പുഴ കേന്ദ്രീകരിച്ചൊക്കെ സംഘപരിവാറുകാരും SDPI തമ്മിലുള്ള ചില കൊലപാതകങ്ങൾ അരങ്ങേറിയിരുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട SDPI പ്രതികളാക്കപ്പെട്ടവർക്ക് വേണ്ടി ഇദ്ദേഹം സംഘപരിവാറിന്റെ പൈസ മേടിച്ചുകൊണ്ട് ചില പരിവേദനങ്ങൾ ഇറക്കി. ആ പരിവേദനം കാര്യം, ചില സമയത്തെല്ലാം ഞാൻ മതേതരനാണെന്ന് കാണിക്കണമല്ലോ. കാര്യം, ഈ ചാണകങ്ങളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ശൈലി എങ്ങനെയാണ്, അവർ പ്രവർത്തിക്കുന്നത് നാട്ടുകാർ മനസ്സിലാക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത്, ഈ പുട്ടിൻ്റെ ഇടയിൽ പീര ഇട്ട് കൊടുക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മതേതരത്വം എടുത്ത് വിളമ്പും. സംഘപരിവാറിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അവരുടെ സ്ഥാപനത്തിനകത്ത് നിന്നുകൊണ്ട് ഫേസ്ബുക്കിൽ അതിലെ കേസിലെ പ്രതികളെ വിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടതാണ് സംഘികളെ പെട്ടെന്ന് ചൊടിപ്പിച്ചത്. ഈ ചൊടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം ടി വിയിൽ ഇതിനെ സംബന്ധിച്ച് കടുത്ത നടപടി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അനിൽ നമ്പ്യാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പേരിൽ സംഘികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ കാണേണ്ടതാണ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സേഫ് സോണിൽ കളിക്കണമല്ലോ. ഈ ഡയലോഗ് അടി എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് കുളിരുണ്ടാക്കാനും അവർക്കൊരു കോരിത്തരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല പഞ്ച് ഡയലോഗ് അടിക്കാറുള്ളത്. ആ ഡയലോഗ് അടിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു സേഫ് സോണിലൂടെ കളിക്കാൻ വേണ്ടി സുഡാപ്പികളെ കൂടി ഇടയ്ക്ക് അദ്ദേഹം ഇംപ്രസ് ചെയ്യണം, നല്ലൊരു മതേതരനാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇട്ട പോസ്റ്റ് അവസാനം കഞ്ഞികൂടി മുട്ടിക്കുന്ന രീതിയിലെത്തി. ഞങ്ങളുടെ ചോറും വാങ്ങി നക്കിയിട്ട് നീ ഞങ്ങളെ കയറി മറ്റേ ഊക്കാൻ വരണ്ട എന്ന രീതിയിലാണ് ജനം ടി വി മാനേജ്മെന്റും BJPയും അതിനെ കൈകാര്യം ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി പരിശോധന നടത്തിയതിനു ശേഷം ജനം ടി വി മാനേജ്മെന്റ് സ്ക്രൂട്ടണി നടത്തിയതിനു ശേഷം അനിൽ നമ്പ്യാരെ പുറത്താക്കാനായിട്ട് തീരുമാനമെടുത്തു. അതായത് സസ്പെൻഷൻ പിൻവലിച്ച് തുടരാൻ അനുവദിക്കേണ്ട, അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഒരു റിസൈൻ ലെറ്റർ കൊടുക്കാനായിട്ട് അനിൽ നമ്പ്യാർ തയ്യാറായതായിട്ടാണ് മനസ്സിലാക്കാൻ തയ്യാറായത്. അതിന് രാജിവെച്ച് ഞാൻ പൊയ്ക്കോളാം, എന്നെ ദയവ് ചെയ്ത് പുറത്താക്കല്ലേ എന്ന് അദ്ദേഹം സവർക്കറിസം അടിച്ചു. അവിടെ ചെന്ന് ജനം ടി വിയിലെ ബന്ധപ്പെട്ടവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹം സവർക്കർ എന്താണോ ബ്രിട്ടീഷുകാരടുത്ത് ചെയ്തത് അത് പിന്നെ നല്ല കീഴ്വഴക്കമുള്ളത് കൊണ്ടും അദ്ദേഹം അനിൽകുമാർ VP ആയിട്ട് ആ പഴയ പരിവർത്തനത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടും പണ്ട് രമേശ് ചെന്നിത്തലയുടെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത സൂര്യ ടി വിയിലെ അനിൽകുമാർ VPക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലല്ലേ, ഏതെങ്കിലും മന്ത്രിമാരുടെ അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറാമെന്നുള്ളതായിരിക്കും. എന്തായാലും ഒരു സംഘപരിവാറുകാർക്ക് പോലും വേണ്ട അദ്ദേഹം അടിച്ച ഒരൊറ്റ വാചകം, അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ആരും പ്രധാനപ്പെട്ടവരല്ല എന്നുള്ള കാര്യമാണ്. അവരവരുടെ കാര്യം കാണാൻ ഒപ്പം നിൽക്കുമോ, കൂടെ കൂട്ടും. അല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യമാണോ ചവിട്ടിയെടുത്ത് വെളിയിടും. എന്തായാലും ഒരു വലിയ സംഘപരിവാറുകാരൻ ജനം ടി വിയുടെ ലേബലിലിരുന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, പല വ്യാജ പ്രചരണങ്ങൾ, കള്ള വാർത്തകൾ, കള്ള ചർച്ചകൾ, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പരിശ്രമിച്ച വ്യക്തി, സമൂഹത്തിൽ വിഘടിപ്പിക്കാൻ, അതായത് മതത്തിന്റെ പേരിൽ സമൂഹത്തെ രണ്ട് തട്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന് വേണ്ടി കൂലിയെഴുത്ത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയെ ഒടുവിൽ നിർദാക്ഷിണ്യം ജനം ടി വി ഇന്ന് ചവിട്ടി പുറത്താക്കി എന്ന വിവരം വരുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ സംഘപരിവാറിന് വിധേയപ്പെട്ടവരെയൊക്കെ അല്ലെങ്കിൽ സംഘപരിവാറുകാരനാണെന്ന് അറിഞ്ഞാൽ എന്തൊരു സംരക്ഷണ കവചമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ ഓൺലൈൻ സംവിധാനങ്ങളോ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടറിയാനുള്ള ഉദാഹരണമാണ്. ഇനിയിപ്പോൾ വെറും നമ്പ്യാരായിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. നമ്മുടെ അഖിൽ കോട്ടാത്തല എങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം 24-ൽ കണ്ടല്ലോ, എങ്ങനെയാണ് പിന്നീട് അഖിൽ മാറാറായി എന്നതുപോലെ അതേ ലൈനാണ്, അതേ ശൈലിയാണ് അനിൽ നമ്പ്യാർക്കുമുള്ളത്. അതായത് ഇന്നലകളിൽ അനിൽകുമാർ VP ആയിട്ട് സൂര്യ ചാനലിൽ എൻട്രി ചെയ്ത വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ വച്ചടി കയറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അനിൽകുമാർ VPയോടൊപ്പം ജാതിവാൽ കൂടി ചേർത്താലേ സവർണരുടെ ഇടയിലേക്ക് കൂടുതൽ എനിക്ക് ഉണ്ടാവും, സ്വീകാര്യതയുള്ളൂ. അതുകൊണ്ട് പച്ചയ്ക്ക് ജാതി പറയണം. അങ്ങനെയാണ് നമ്പ്യാരെടുത്ത് കൂടെ ചേർത്തുകൊണ്ട് ജനം ടി വിയിൽ ചെന്ന് നമ്പ്യാർ കളിച്ചുകൊണ്ടിരുന്നത്. ആ നമ്പ്യാരെ ഒടുവിൽ മടുത്ത് അല്ലെങ്കിൽ അവർ പണ്ടാരം അടങ്ങിയെടുത്ത് ചവിട്ടി പുറത്താക്കിയാണ്. നേരത്തെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ കേസിൽ ഇദ്ദേഹം ഉൾപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിനു മുന്നേ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ KV തോമസിനെ ഉൾപ്പെടെ പെടുത്താൻ വേണ്ടി വ്യാജരേഖ ചമച്ച കേസിൽ അങ്ങനെ അടിമുടി ഫ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം മുൻപും ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തി മഹാനായ മാധ്യമ പ്രവർത്തകനാക്കി സംഘപരിവാർ നമ്മുടെ മുന്നിൽ വെള്ളപൂശി വെച്ചിരുന്നത് ഒടുവിൽ സംഘപരിവാറുകാർ തന്നെ ആ വ്യക്തിയുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്.